നമസ്കാരം, ഞാൻ രജീഷ് കൊക്കണി. CTV വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. 2 IPS ഉദ്യോഗസ്ഥരുടെയും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുടെയും അറിവോടെയായി SIT-യിൽ 2 CPM-കാരെ നിയമിച്ചത് ഹൈക്കോടതി പരിശോധിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിഴക്കേക്കോട്ടയിലെ വ്യാപാര സ്ഥാപനത്തിലെ തീപിടുത്തം, അടിയന്തര സുരക്ഷാ പരിശോധന നടത്തി വീഴ്ചയുണ്ടായ കർശന നടപടിയെന്നും മേയർ നീറ്റി ജസ്റ്റിൻ. മുല്ലക്കര ഇൻഫന്റ് ജീസസ് ദേവാലയത്തിലെ ഉണ്ണീശ്വരയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ പുത്തൂർ ഇരവിമംഗലം വിൻസെന്റ് വിൻസി ദമ്പതികളുടെ 1 വയസ്സായ എമിലിയ എന്ന കുട്ടി അന്തരിച്ചു. വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തത് എന്തിനു വേണ്ടി? 2 IPS ഉദ്യോഗസ്ഥരുടെയും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുടെയും അറിവോടെ CPM-കാരായ 2 പേരെ SIT-യിൽ നിയമിച്ചത് ഹൈക്കോടതിയെ പരിശോധിക്കണം. സത്യസന്ധമായി ജോലി ചെയ്യാൻ SIT-യെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുവദിക്കുന്നില്ല. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് രഹസ്യമാക്കി വെച്ചിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നെന്ന വാർത്ത ആരാണ് നൽകിയത്? സർക്കാർ ശ്രമിക്കുന്നത് CPM നേതാക്കള് സ്വർണം കവർന്നത് ബാലൻസ് ചെയ്യാനാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും വൈകിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SIT-ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷം പറഞ്ഞത് പിന്നീട് കോടതിയും ശരിവച്ചു. വളരെ രഹസ്യമായി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ രഹസ്യ സ്വഭാവം. ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടവരും നിയമത്തിന് മുന്നിൽ വരേണ്ടവരുമാണ്. ഇതുവരെ തെളിവ് ഹാജരാക്കിയില്ലെന്ന വെല്ലുവിളി കടകംപള്ളി ഇന്നലെയും എനിക്കെതിരെ ഉയർത്തി. അല്ല, SIT-യുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ SIT-യുടെ മീതെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയാണല്ലോ. ഞങ്ങളത് രാഷ്ട്രീയാരോപണമായിട്ടല്ല ഉന്നയിച്ചത്. SIT-യുടെ പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി. ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇത് വൈകിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത്, വളരെ രഹസ്യം. പിന്നീട് മാധ്യമപ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. എന്തിനാ രഹസ്യ സ്വഭാവം? ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചു, ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല. അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, മന്ത്രിയായിരുന്ന ഒരാളാണ്, നിരവധി പ്രാവശ്യം MLA ആയിരുന്ന ഒരാളാണ്, ഒരു കോടതിയുടെ, ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എനിക്കിഷ്ടമുള്ളവ കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? കോടതിയിൽ കൊണ്ട് എനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കേസിൽ ഞാൻ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. കൊടുത്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ല കോടതിയിൽ. ഞാൻ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ കുറേ തെളിവുണ്ടെന്നും പറഞ്ഞൊരു സിവിൽ കോടതി കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? അത് വെറുതെ പറയാനൊന്നും കയ്യിലില്ലാഞ്ഞിട്ട് വെറുതെ രാവിലെ എഴുന്നേറ്റ് പറയാം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഒരു മന്ത്രിയായിരുന്ന ഒരാൾ, ഇത്രയും നാൾ MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീജിയർ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. നാണക്കേട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആൾക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എത്ര CPM നേതാക്കൾ ജയിലിലായി? ഒരാൾക്കെതിരെ, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടിയെടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, സംരക്ഷിക്കുകയാണ് പാർട്ടി, സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു, കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത്. പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം 2 ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത CPM-കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പോൾ SIT-യിൽ വെച്ചിരിക്കുന്നത്. അത് SIT-യിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാനാണ്. എന്താണ് അറിയുന്നത്? കാരണം SIT റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്കാണ്, ഗവൺമെൻറ്റിനല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അറസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തി കൊടുക്കാൻ വേണ്ടി പാർട്ടി പക്ഷപാതികളായ, കടുത്ത CPM പക്ഷപാതികളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ഈ SIT-യുടെ മീതെ ഉണ്ട്.
അതാണ് യാഥാർത്ഥ്യം. പ്രധാനമായും പറയുന്നത് പിന്നെ കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം വന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇത്ര അസ്വസ്ഥത. ഏത് കോൺഗ്രസ് നേതാവിൻ്റെ അന്വേഷണം? ഞാൻ അടൂർ പ്രകാശൻ എന്താ അന്വേഷിക്കാൻ? അടൂർ പ്രകാശ് അന്ന് മന്ത്രിയായിരുന്നോ? ആരാ പറഞ്ഞ അടൂർ പ്രകാശിനെതിരെ അന്വേഷണം ഉണ്ടെന്ന്? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു. ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകണത് ആരാ വാർത്ത കൊടുത്ത്? പോലീസ് എന്തെങ്കിലും തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ വിളിച്ചാൽ പോകും. അവർക്ക് ആർക്കാ പങ്ക്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ CPM നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ്സാണ്? അതൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സ്വർണം കവർച്ച ചെയ്തത് CPM നേതാക്കളാണ്. അല്ല, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ആ വാചകം ഇതുവരെ ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവർ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇത് CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും MV ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത്. കേട്ടുകേൾവിയുണ്ടോ? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാണ്. ഞാൻ പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഞങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, 2019 ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു, ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാധാരണ കള്ളന്മാരെന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ആരും അറിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സാധാരണ രണ്ടാമതും കക്കാൻ പോകും, ഇല്ലേ? അതാണ് 2024 നടന്നത്. ഒന്നും കൂടി സ്വർണം പൂശാൻ ഒരാഗ്രഹം. അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല, കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റിയാണ്. ഈ 2020 കറക്റ്റല്ലേ? ഞങ്ങൾ പറഞ്ഞത് കറക്റ്റല്ലേ? രണ്ടാമത് 2024 വീണ്ടും കക്ക ഇറങ്ങിയതാണ്. അത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കട്ടളപ്പാളിയിലെ ശിവരൂപം മാത്രമല്ല, അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹവും പോയാണ്. കോടതി ഇത് ചെയ്തില്ല. അപ്പോൾ നിരന്തരമായി സീരീസ് ഓഫ് കളവാണ് നടന്നിരിക്കുന്നത്, അല്ലേ? പരമ്പരയാണ്, കളവിൻ്റെ പരമ്പരയാണ് അവിടെ നടന്നത്. അതെല്ലാം ഈ നേതാക്കൾ, ഈ CPM നേതാക്കന്മാരുടെ ആശീസ്സോടുകൂടിയാണ്, അവരുടെ അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് CPM നേതാക്കൾ അതും ഉണ്ടാകണം. കോടതിയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അന്വേഷണം. അവർ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ അവർ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണമെന്ന് നമ്മുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, ഞങ്ങൾ നോക്കട്ടെ. പറഞ്ഞിരിക്കുന്നത് SIT ഇന്നലെ വരെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നു, ഇന്ന് SIT തടയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെങ്ങനെ തടയണം? അത് പറയുന്നതായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ട്. കണക്ഷൻ വിട്ടുപോയാണ് മാഷിൻ്റെ ഇതെല്ലാത്തിൻ്റെയും ചെന്ന് ഇത്രയും നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണമെന്നപ്പോൾ കണക്ഷൻ വിട്ടുപോകുന്നു പറയുന്നതിൻ്റെ. മാഷൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്താ അതിൻ്റെ ഉദ്ദേശം? SIT തടയണമെന്ന് ആര്? പ്രതിപക്ഷേ? എന്തൊരു കരുത്തിട്ട പ്രതിപക്ഷമാണ്. SIT പോലും തടയാൻ പറ്റിയ പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് ഇത്തരം BJPക്കെതിരെ കർശന നിലപാടെടുക്കുമ്പോഴാണ് മറ്റത്തൂരിൽ ഒരു പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നത്. മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ, ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും BJP ചേർന്നില്ല. എല്ലാ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJP ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ്. ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും BJP പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. അല്ല, കേട്ടോ, അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJPയും കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവലിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? എന്ത് സാഹചര്യത്തിലാണ് നടപടിയെടുത്തത്? ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം?
ഞങ്ങൾ അവരെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണം. അല്ല പ്രതീക്ഷ, ഒരു സംശയം ചോദിക്കട്ടെ, ഈ SDPI ബന്ധമുള്ള ആളുകളോട് രാജിവെക്കാൻ താങ്കൾ തന്നെയാണ് രാജിവെച്ചല്ലോ, എത്രയോ പേര് രാജിവെച്ചു. BJPയുമായി ബന്ധപ്പെട്ട് അല്ലല്ലോ, അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത്. ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്ന പാർട്ടി. അതൊക്കെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ്. ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ UDFന്റെ നിലപാട് മാറുമോ? കേരളം മുഴുവൻ ഒരു നിലപാടാ. എത്ര പേര് SDPIക്കാർ വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു? BJP വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ രാജിവെച്ചു. ഇവിടെ ഒരു വിഷയം വന്നു, രാജി അപ്പം വെച്ചില്ല, അതുകൊണ്ട് അവരെ പുറത്താക്കി, അവർക്കെതിരെ നടപടിയെടുത്തു. അത് മാറിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഒരു വാശിയുടെ പ്രശ്നം. കോൺഗ്രസിൻ്റെ ഒരു റിബലിനെ CPM കൊണ്ടുപോയി, അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു. അതാണ് അവിടെ നടന്നത്. ആ വാശിയാണ്, പ്രാദേശികമായ വാശിയാണ്. അവർക്ക് വന്ന് BJP വോട്ട് ചെയ്തു. BJP വോട്ട് ചെയ്തപ്പോൾ UDF നിലപാടിന് വിരുദ്ധമാണ്, അതാണ് നടപടിയെടുത്തത്. വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും അല്ലേ, അതുകൊണ്ടല്ലേ നടപടിയെടുത്തത്. പാർട്ടി നടപടിയെടുത്തത് തെറ്റായതുകൊണ്ടല്ലേ, അല്ലെ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുമോ? പക്ഷെ അവർ BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ ഈയിടെയിട്ട് കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട്. അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു, ഈ മറ്റത്തൂർ സംഭവത്തിൽ കയറെടുത്തു. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കരുത്. കിഴക്കേക്കോട്ടയിലെ തീപിടിച്ച സ്ഥലം മേയർ സന്ദർശിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധന, വീഴ്ചയുണ്ടായാൽ കർശന നടപടിയെന്നും മേയർ. തൃശൂർ കിഴക്കേക്കോട്ട കോരതലയിൽ അഗ്നിബാധ പ്രദേശം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സന്ദർശിച്ചു. കിഴക്കുംപാട്ടക്കര സ്വദേശി ജോസഫിന്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലിലാണ് അഗ്നിബാധ ഉണ്ടായത്. ജീവനക്കാരായ 2 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. ഇവരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച തൃശൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയ മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിൽ ഇവരുടെ ആരോഗ്യ വിവരങ്ങളും മേയർ അന്വേഷിച്ചറിഞ്ഞു. പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീ പിടിച്ചതെന്നാണ് ലഭ്യമായ പ്രാഥമിക വിവരം. ഹോട്ടലടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മേയർ നിർദ്ദേശിച്ചു. നഗരപരിധിയിലെ ഹോട്ടലടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധന നടത്തണമെന്നും വീഴ്ചയുണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്നും മേയർ അറിയിച്ചു. മുല്ലക്കര ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ 2026 ജനുവരി 1 ഉണ്ണീശോയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി, നവവൈദികൻ ഡിജോ മച്ചിങ്ങൽ നേതൃത്വം നൽകി. തുടർന്ന് 4000 പേർക്ക് ഊട്ടുനേർച്ച വിതരണവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ബിജു ജോർജ്, കൈക്കാരന്മാരായ റപ്പായി പള്ളിപ്പാടൻ, ജാജി കേരയത്ത്, ആന്റണി ചാളൂർ, ലിജോ മാളിയക്കൽ, ഊട്ടുനേർച്ച കൺവീനർ വിൽസൺ തലിയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്കിംഗിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സിവിൽ ലൈൻ പാർക്ക് വർക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, കൽഹാര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയന്തി കമൽ, അമ്പാടി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CK ഷീല, ബാനർജി ക്ലബ് സെക്രട്ടറി ടൈനി ഫ്രാൻസിസ്, ഒലിവ് സ്ക്വാഡ് ചെയർമാൻ TIK മൊയ്തു, പ്രകാശ് ബാബു, ഷൺമുഖൻ കല്ലിങ്കൽ, വിൻസി ബാബു, വിജി ജിമ്മി, PB മേനോൻ, ജോൺസൺ ഡിക്രൂസ്, ബാബു പാറയിൽ, നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആദ്യമായി സിവിൽ ലൈൻ പാർക്കിംഗിലെത്തിയ ഡെപ്യൂട്ടി മേയർ A. പ്രസാദിനെ ക്ലബ് ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ലാലിസിന്റെ ന്യൂ ഇയർ ആഘോഷം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൊൻപുലരി വീശുന്ന പുതുവത്സര ദിനത്തെ വരവേറ്റ് ലാലിസ് ഗ്രൂപ്പ്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ ലാലിസ് ഗ്രൂപ്പിന്റെ പുതുവത്സരാഘോഷ പരിപാടി ഒലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പോലുള്ള ഗ്രാമത്തിൽ ഒരുപിടി വലിയ പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും അത് വിജയിപ്പിക്കുകയും നിരവധി പേരുടെ ഉപജീവന മാർഗവും കൂടിയായ ലാലിസ് ഗ്രൂപ്പ് 2026 പുതിയ ബൃഹത് പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയാണ്. അതും പൂർണ്ണ വിജയത്തിൽ എത്തട്ടെ എന്ന് KC അഭിലാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ലാലിസ് ഉടമകളായ ഔസേഫ് കാവനാക്കുടി, പോൾ ജോസഫ്, ലാലി ഔസേഫ്, ഐറീൻ പോൾ എന്നിവർ പുതുവത്സര സന്ദേശം നൽകി. കഴിഞ്ഞ 10 കൊല്ലമായി തങ്ങളുടെ ഓരോ പദ്ധതികൾക്കും കൃത്യമായ പിന്തുണ നൽകുന്ന പാണഞ്ചേരി നിവാസികൾക്കും ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്നും
പുതിയ പദ്ധതികൾക്കും പൂർണ്ണ പിന്തുണ വേണമെന്നും ലാലീസ് ഉടമകളായ KP ഔസേപ്പ്, പോൾ ജോസഫ് എന്നിവർ അറിയിച്ചു. തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ മണ്ണിലും വിണ്ണിലും ആഘോഷ വിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു. തുടർന്ന് പുതുപ്പിറവിയെ വരവേറ്റുകൊണ്ട് കേക്ക് മുറിച്ച് മധുരം വിളമ്പി. പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുൻ വർഷത്തെ പോലെ തന്നെ ലാലീസ് ബിസിനസ് ഗ്രൂപ്പ് നമുക്കറിയാം വളരെ മനോഹരമായി പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി വലിയ വർണ്ണശബളമായ വെടിക്കെട്ടും അതുപോലെ തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ഔസപ്പേട്ടനായാലും അതുപോലെ തന്നെ പോളായാലും ലാലി ചേച്ചി ആയാലും ഐറിനായാലും ഒക്കെ നമുക്കറിയാം ഒരു കുടുംബം പോലെ തന്നെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരോടൊപ്പം ന്യൂ ഇയറിനെ വരവേൽക്കുകയാണ്. അതിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മൾ കാണാൻ പോകുന്ന തലമുറയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതിൽ തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ ഒപ്പമുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹപ്രവർത്തകരോടൊപ്പം പുതിയ ഒരു വർഷത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അതിൽ നൽകുന്നൊരു സന്ദേശം നമ്മുടെ നാട്ടിൽ നമ്മുടെ മനുഷ്യർ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയത്തിന് ഉതകുന്നത് എന്നുള്ളതാണ് ആ തിരിച്ചറിവ്. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ വലിയ ഒരു വിജയം അല്ലെങ്കിൽ വലിയ ഒരു മാതൃകയാണ് ഒരു പതിറ്റാണ്ടോളമായി അല്ലെങ്കിൽ 10 വർഷത്തോളമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നമ്മളുടെയൊക്കെ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിൽ കുടിയേറിക്കഴിഞ്ഞ ലാലീസ് ഗ്രൂപ്പ് വ്യത്യസ്തമായ ഒരുപാട് ബിസിനസ്സുകളുമായി ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന വർഷം, പുതിയ വർഷം ഇനിയും ഇതിനേക്കാൾ വലിയ പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരുവാൻ പോവുകയാണ്. പാണഞ്ചേരി പഞ്ചായത്തിൽ വ്യത്യസ്തമായ പേരും അതുപോലെ തന്നെ പെരുമയുമൊക്കെയായി പാണഞ്ചേരിയുടെ മുഖമുദ്രയായി ലാലീസ് വീണ്ടും പുതിയ ഒരു തലത്തിലേക്ക് 10 വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോൾ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും തൊട്ടടുത്ത പ്രദേശത്തേക്കുമൊക്കെ വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ എല്ലാമായ ജീവനക്കാർക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും 1000 പുതുവത്സരാശംസകൾ നേർന്നു. ഔസപ്പേട്ടനും കുടുംബത്തിനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേർന്നു. നന്ദി. ലാലീസിൻ്റെ ഈ വർഷത്തെ ഞങ്ങളുടെ ചെറിയ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫുകളുടെയും സെലിബ്രേഷൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ചെറിയൊരു വെടിക്കെട്ട് പരിപാടിയുടെ തിരി നമ്മുടെ ബഹുമാനായ അഭിലാഷ് ഏട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് ഏട്ടൻ ദേ കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓക്കെ. വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരു വയസ്സുകാരി പിറന്നാൾ ദിനത്തിൽ മരണപ്പെട്ടു. പുത്തൂർ ഇരവിമംഗലം സ്വദേശി നടുവിൽപ്പറമ്പിൽ വീട്ടിൽ റിൻസന്റെയും റിൻസിയുടെയും മകൾ 1 വയസ്സുള്ള എമിലിയാണ് മരിച്ചത്. തൃശൂർ വരടയം കുപ്പപ്പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30 അപകടമുണ്ടായത്. അമ്മ വീട്ടിൽ നിന്നും പിറന്നാൾ ആഘോഷത്തിനായി ഓട്ടോറിക്ഷയിൽ പുത്തൂർ ഇരവിമംഗലത്തേക്ക് വരുന്നതിനിടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം അമല ആശുപത്രിയിലും തുടർന്ന് ആത്രയ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോയിൽ കൂടെയുണ്ടായിരുന്ന സഹോദരൻ എറിക്, അമ്മ റിൻസിയുടെ പിതാവ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. എമിലിയുടെ സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇരവിമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ നടത്തി. മുക്കാട്ടുകര സ്വസ്തി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികവും ക്രിസ്തുമസ് പുതുവർഷ ആഘോഷവും മുക്കാട്ടുകര കത്തോലിക്ക ബാങ്ക് ഹാളിൽ നടന്നു. ഡിവിഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വസ്തി പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാലൻ വാര്യർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ചന്ദ്രിക വിജയൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 2025 SSLC പാസ്സായ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി.
സന്തോഷമുണ്ട്. 77 കുടുംബങ്ങളെ ഒരേപോലെ കൂട്ടിയിണക്കിക്കൊണ്ട് സ്വസ്തി റെസിഡൻസ് അസോസിയേഷൻ അടുത്ത 2026 നടന്നു നീങ്ങുകയാണ്. വരും വർഷങ്ങളിലും നല്ല സന്തോഷത്തോടെ കൊച്ചുമക്കളും തിരുവാതിരക്കളിയും പാട്ടും എല്ലാവരും കൂടി നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയട്ടെ. 240 കുടുംബം അടങ്ങുന്ന പ്രണവം റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഒരു റെസിഡൻസ് മുന്നോട്ട് കൊണ്ടുപോകണതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളിലായാലും ഓരോ 60 അധ്യായങ്ങൾ പിന്നിട്ട് മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടി. സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികളെ കളക്ടർ കാണാനെത്തി. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി സംവദിക്കുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 60ാം അധ്യായത്തിൽ അതിഥികളായി എത്തിയത് അന്തിക്കാട് BRCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ 28ഓളം കുട്ടികളും അവരുടെ അധ്യാപകരും രക്ഷിതാക്കളുമാണ്. ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസ കാർഡുകൾ നൽകി ജില്ലാ കളക്ടർ കുട്ടികളെ സ്വാഗതം ചെയ്തു. കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. കുട്ടികളിൽ ഒരാൾ വരച്ച പെൻസിൽ ഡ്രോയിങ് കളക്ടർക്ക് കൈമാറി. മനോഹരമായ ആ ചിത്രം ഏറെ സന്തോഷത്തോടെ കളക്ടർ ഏറ്റുവാങ്ങി. കുട്ടികൾക്കായി കരുതിയിരുന്ന ചെറിയ സമ്മാനങ്ങൾ ജില്ലാ കളക്ടർ വിതരണം ചെയ്തു. അവർക്കൊപ്പം കുട്ടികളും അധ്യാപകരും അവതരിപ്പിച്ച കലാപരിപാടികൾ ആസ്വദിക്കുകയും ചെയ്തു. കുട്ടികളായ PS അഭിനന്ദയുടെ മോണോ ഓക്റ്റും കീർത്തനയുടെ ഗാന അവതരണവും KS ദേവികൃഷ്ണയുടെ നൃത്തവും ശ്രദ്ധേയമായി. കലാപരിപാടികൾക്ക് ശേഷം കളക്ടറുടെ ചേംബറിലെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും കളക്ടറുമായി വിശേഷങ്ങൾ പങ്കുവച്ചു. കൂടിക്കാഴ്ചയുടെ ഓർമ്മയ്ക്കായി സ്മൈൽ ബോൾ കുട്ടികൾക്ക് സമ്മാനിച്ചു. അടുത്ത തൃശൂർ പൂരം നേരിട്ട് കാണണമെന്ന കുട്ടികളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ നടത്തിക്കൊടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ K ഉമാദേവി, BRCയിലെ ജീവനക്കാർ, DCIP ഇന്റേണൽസ് എന്നിവരും കുട്ടികളോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. കളക്ടറോടൊപ്പം എല്ലാവരും ചേർന്ന ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് കുട്ടികൾ മടങ്ങിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഭക്ഷണ കമ്മിറ്റി യോഗം ചേർന്നു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ സനീഷ് കുമാർ ജോസഫ് MLAയുടെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെയും നേതൃത്വത്തിൽ ഭക്ഷണ കമ്മിറ്റിയുടെ യോഗം ചേർന്നു. കലോത്സവത്തിന്റെ തലേദിവസമായ ജനുവരി 13 രാത്രിയിൽ കലോത്സവത്തിന് പങ്കെടുക്കാനെത്തിയവർക്ക് ഭക്ഷണം നൽകി തുടങ്ങാൻ യോഗം തീരുമാനിച്ചു. പുതുവർഷപ്പിറവി പട്ടിക്കാട് ഫൊറോന പള്ളിയിൽ പാതിര കുർബാന അർപ്പിച്ചു. സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പുതുപ്പിറവിയെ വരവേറ്റുകൊണ്ട് പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫെറോന പള്ളിയിൽ പുതുപ്പിറവി തിരുക്കർമ്മങ്ങൾ അർപ്പിച്ചു. ഡിസംബർ 31 രാത്രി 11 ജൂബിലി വർഷ സമാപനത്തോടനുബന്ധിച്ച് ദിവ്യകാരുണ്യ ആരാധനയും പ്രദക്ഷിണവും നടന്നു. തുടർന്ന് വർഷാരംഭ പ്രാർത്ഥനകളും ദിവ്യബലിയും നടന്നു. പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം 2026 ക്രിസ്തുമസ് പപ്പയെ കത്തിച്ച് ആഴിയിൽ അർപ്പിച്ചു. പുതുവർഷപ്പിറവിയെ വരവേറ്റു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് വടക്കൂട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇനി ഒരു ഇടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. സ്മാർട്ട് പ്രവർത്തന രഹിതം. സർക്കാർ ഉടൻ പരിഹാരം കാണണം. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാണഞ്ചേരി പഞ്ചായത്തിൽ നിവേദനം നൽകി. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാണഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് സൈറ്റിന്റെ ന്യൂനത പരാമർശിച്ച പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിക്കും നിവേദനം സമർപ്പിച്ചു. വിഷയം അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചത്. 3 മാസക്കാലമായി കെട്ടിടങ്ങളുടെ നമ്പറിനും പെർമിറ്റിനും വേണ്ടി അപേക്ഷിക്കുന്ന സൈറ്റായ സ്മാർട്ട് ലൈസൻസുകൾക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. റൂൾ അമെന്റ്മെന്റ് അപ്ഡേറ്റ് ചെയ്യാനായി പൂർണ്ണമായും നിർത്തൽ ചെയ്യുകയും അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം തുറന്നുകിട്ടുകയും ചെയ്തു. എന്നാൽ റൂൾ അമെന്റ്മെന്റ് കാര്യമായി നടന്നിട്ടുമില്ല. അതിനുശേഷം സിറ്റിസൺ ലോഗിൻ ചെയ്യുവാനോ പേയ്മെന്റ് നടത്തുവാനോ സാധിക്കുന്നില്ല. വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി വാർഡുകൾ ഉൾപ്പെടുത്താൻ വീണ്ടും സൈറ്റ് പൂർണ്ണമായി അടച്ചിരുന്നു. ഇപ്പോൾ സൈറ്റിൽ ഇപ്പോൾ സൈറ്റിൽ വാർഡുകൾ എല്ലാം വന്നു എങ്കിലും നിലവിലെ വീട്ടു നമ്പറുകൾ മാറാത്തതിനാൽ ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായും നിവേദനത്തിൽ പറയുന്നു. പ്ലാൻ വരച്ചും പെർമിറ്റ് എടുത്തു കൊടുത്തും ഉപജീവനം നടത്തുന്ന സാങ്കേതികമായി വളരെ പരിജ്ഞാനമുള്ള ലൈസൻസുകൾക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും ഇത്തരം കാര്യങ്ങൾ സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാണഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ആൻവിൻ വില്യംസിന്റെയും സെക്രട്ടറി ആൻഡോ റപ്പായുടെയും നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. കോനമൂച്ചി സത്സംഗിന്റെ നവവത്സരാഘോഷം കണ്ടാനശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു.
സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രമിത സജീവ് മുഖ്യ അതിഥിയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF നവോത്സര ദിന സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ജേക്കബ്, ശരത് TS, പബ്ലിക് ഹെൽത്ത് നഴ്സ് നീത ശ്രീനി, സ്റ്റാഫ് നഴ്സ് ജോയ്സി എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സത്സംഗ് ഭാരവാഹികളായ ബിജോയ് PJ സ്വാഗതവും ജോമി ജോൺസൺ നന്ദിയും രേഖപ്പെടുത്തി. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ കേക്ക് സമ്മാനമായി നൽകി. ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർക്കും രോഗികൾക്കും സത്സംഗ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. സത്സംഗ് പൂനമുച്ചി മാഡം പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളോടൊത്താണ് അവരുടെ ന്യൂ ഇയർ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഓരോ ആശംസകളും കഴിഞ്ഞ മാഡം ആദ്യം തന്നെ പറഞ്ഞു, ടൈലിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ടാണ് ആദ്യമായിട്ട് കേക്ക് മുറിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഇത്രയും വളരാനായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ആശംസകളും അവരുടെ ഈ ഒരു പ്രോത്സാഹനവും അതിനുവേണ്ടി ഒരു കാരണമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 111 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. ജനുവരി 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വന്നു. എന്നാൽ 14 കിലോ ഗാർഹിക LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ദില്ലി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ വില വർധനവ് ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ദില്ലിയിൽ 1580.50 രൂപയ്ക്കാണ് ലഭ്യമായിരുന്ന 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് ഇന്നു മുതൽ 1661.50 രൂപ നൽകണം. വെള്ളാനിക്കര ടൺസിലെ താമസക്കാരനും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ കണ്ണമ്പ്ര സ്കൂൾ അധ്യാപകൻ തിരുവനന്തപുരം സ്വദേശി TJ ഹരീഷ് കുമാർ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അന്തരിച്ച ഹരിമാഷ്. വടുകര ചാണപ്പട്ട വഴിയിൽ വലിയ പറമ്പിൽ 81 വയസ്സുള്ള ശങ്കരനാരായണൻ നിര്യാതനായി. ഭാര്യ പരേതയായ രാധ, മക്കൾ ഗീത, റോഷൻ, ഗിഷ, മരുമക്കൾ അനിൽകുമാർ, സുഗതൻ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രീനാരായണ ശ്മശാനത്തിൽ നടന്നു. കുണ്ടുകാട് ഊരാട്ടുകുടിയിൽ നാരായണൻ ഭാര്യ ദേവകി 92 നിര്യാതയായി. മക്കൾ നാരായണൻ, കൃഷ്ണൻ, ശ്രീധരൻ, ശോഭന. മരുമക്കൾ ഷാലി, ഓമന, ശോഭ, മോഹനൻ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ഇനി ഒരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തകളിലേക്ക്. പോക്സോ കേസ് പ്രതിക്ക് 40 വർഷം കഠിന തടവും 2,50,000 രൂപ പിഴയും വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയായ കൊല്ലൂർ പടവരാട് സ്വദേശിയായ തൈപ്പാട്ടി വീട്ടിൽ എബിൻ എന്ന് വിളിക്കുന്ന 44 വയസ്സുള്ള അബിൻ എന്നയാളാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോർട്ട് ജഡ്ജ് 40 വർഷം കഠിന തടവിനും
2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2 IPS ഉദ്യോഗസ്ഥരുടെയും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുടെയും അറിവോടെ SIT-യിൽ 2 CPM-കാരെ നിയമിച്ചത് ഹൈക്കോടതി പരിശോധിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിഴക്കേക്കോട്ടയിലെ വ്യാപാര സ്ഥാപനത്തിലെ തീപിടുത്തം അടിയന്തര സുരക്ഷാ പരിശോധന നടത്തി വീഴ്ചയുണ്ടായ കർശന നടപടിയെന്നും മേയർ നിജി ജസ്റ്റിൻ. മുല്ലക്കര ഇൻഫന്റ് ജീസസ് ദേവാലയത്തിലെ ഉണ്ണീശ്വരയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ പുത്തൂർ ഇരവിമംഗലം വിൻസെന്റ് റിൻസി ദമ്പതികളുടെ 1 വയസ്സായ എമിലിയ എന്ന കുട്ടി അന്തരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.